നമസ്കാരം. എല്ലാവർക്കും സംസ്കൃതിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്നേഹസ്വാഗതം. വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ചില വീഡിയോകളാണ് നമ്മൾ നമ്മുടെ ചാനലിൽ കൂടുതലായും അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് കമന്റ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. +2 മൈക്രോ ഇക്കണോമിക്സിലെ 5ാമത്തെ ചാപ്റ്ററായ മാർക്കറ്റ് ഇക്വിലിബ്രിയം ആണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം, COVID-19 പ്രത്യേക സാഹചര്യത്തിൽ വിക്ടേഴ്സ് ക്ലാസ്സുകളിലൂടെയാണ് ഇപ്പോൾ പഠനം നടക്കുന്നത്. വിക്ടേഴ്സ് ചാനൽ അവർ കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുന്ന ഭാഗങ്ങളും അതുപോലെ തന്നെ അവരുപയോഗിച്ചിരിക്കുന്ന നോട്ടുകളുമാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. വളരെ രസകരമായ ഒരു ചാപ്റ്ററാണ് മാർക്കറ്റ് ഇക്വിലിബ്രിയം. കൂടാതെ കുറച്ച് പോയിന്റ്സ് മാത്രമാണ് ഫോക്കസ് ഏരിയയുമായി ബന്ധപ്പെട്ട് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഒന്നാമതായി മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്ന ചാപ്റ്റർ പഠിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കൺസെപ്റ്റ്, വാട്ട് ഈസ് മീൻ ബൈ പ്രൈസ്? എന്താണ് പ്രൈസ്? ദി വാല്യൂ ഓഫ് എ തിങ് ഇൻ ടേംസ് ഓഫ് മണി ഈസ് നോൺ ആസ് പ്രൈസ്. ഒരു വസ്തുവിന്റെ വാല്യൂ, മൂല്യം, പണത്തിന്റെ മാധ്യമത്തിൽ അല്ലെങ്കിൽ പണം എന്ന ഒരു ടേമിൽ പറയുന്നതിനെയാണ് പ്രൈസ് എന്ന് പറയുന്നത്. ദി വാല്യൂ ഓഫ് എ തിങ് ഇൻ ടേംസ് ഓഫ് മണി ഇസ് നോൺ ആസ് പ്രൈസ്. ഒരു വസ്തുവിന്റെ മൂല്യം പണത്തിന്റെ ഒരു മാധ്യമത്തിൽ പറയുന്നതിനെയാണ് പ്രൈസ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് 1x is equal to 2x is equal to 10 എന്ന് നമുക്ക് പറയാം. അതായത് ഒരു വസ്തുവിന്റെ വാല്യൂവിനെ, മൂല്യത്തെ നമ്മൾ പണം എന്ന ഒരു മാധ്യമത്തിൽ പറയുന്നതിനെയാണ് പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ തന്നെ നമുക്ക് അടുത്ത ഒരു കൺസെപ്റ്റിലേക്ക്, പ്രൈസ് എന്ന് പറയുന്ന ഒരു ആശയത്തെ പറഞ്ഞുകൊണ്ട് തന്നെ അടുത്ത ഒരു കൺസെപ്റ്റിലേക്ക് പോവാം. വാട്ട് ഈസ് പ്രൈസ് മെക്കാനിസം? പ്രൈസ് മെക്കാനിസം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് വളരെയധികം ഫെമിലിയർ ആണ്. ബിക്കോസ് നമ്മൾ ഈ പറയുന്ന 1ാമത്തെ ചാപ്റ്റർ മുതൽ തന്നെ ഈ ഒരു കൺസെപ്റ്റിനെ പറ്റി പറയുന്നതാണ്. അതുകൊണ്ട് തന്നെ എന്താണ് പ്രൈസ് മെക്കാനിസം എന്ന് നമുക്ക് നോക്കാം. ദി പ്രോസസ് ഓഫ് ഡിറ്റർമൈനിങ് പ്രൈസസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ബൈ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഈസ് കോൾഡ് പ്രൈസ് മെക്കാനിസം. നമുക്കറിയാം, ഒരു മാർക്കറ്റിൽ അല്ലെങ്കിൽ ഒരു കമ്പോളത്തിൽ സാധനങ്ങൾക്കും സേവനങ്ങൾക്കും വിലയുണ്ട്. ഈ വില നിശ്ചയിക്കുന്ന 2 ഘടകങ്ങളാണ് ഡിമാൻഡും സപ്ലൈയും. അപ്പോൾ ഈ ഡിമാൻഡും സപ്ലൈയും ഉപയോഗിച്ച് ഗുഡ്സിൻ്റെയും സർവീസസിൻ്റെയും പ്രൈസ് നിശ്ചയിക്കുന്ന, ഡിറ്റർമൈൻ ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ പ്രൈസ് മെക്കാനിസം എന്ന് പറയുന്നത്. ദി പ്രോസസ് ഓഫ് ഡിറ്റർമൈനിങ് പ്രൈസസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ബൈ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഈസ് കോൾഡ് പ്രൈസ് മെക്കാനിസം. സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വില നിശ്ചയിക്കുന്ന പ്രക്രിയയാണ് പ്രൈസ് മെക്കാനിസം എന്ന് പറയുന്നത്. എങ്ങനെയാണ് അത് നിശ്ചയിക്കുന്നത്? എങ്ങനെ ഡിറ്റർമൈൻ ചെയ്യുന്നു? ബൈ ഡിമാൻഡ് ആൻഡ് സപ്ലൈ. ഡിമാൻഡിന്റെയും സപ്ലൈയുടെയും അടിസ്ഥാനത്തിൽ ഒരു മാർക്കറ്റിലെ ഗുഡ്സിന്റെയും സർവീസസിന്റെയും പ്രൈസിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ നമ്മൾ പ്രൈസ് മെക്കാനിസം എന്ന് പറയുന്നു. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റ് ആണ് ഈ ചാപ്റ്ററിലുടനീളം. ഈ ചാപ്റ്റർ എന്നല്ല, മൈക്രോ എക്കണോമിക്സിലെ നമ്മൾ തുടർന്ന് പഠിക്കുന്ന എല്ലാ ചാപ്റ്ററുകളിലും ആവശ്യമുള്ളൊരു കൺസെപ്റ്റാണ് പ്രൈസ് മെക്കാനിസം. പ്രൈസ് മെക്കാനിസം ഈസ് ദി പ്രോസസ് ഓഫ് ഡിറ്റർമൈനിങ് പ്രൈസസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ബൈ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഈസ് കോൾഡ് പ്രൈസ് മെക്കാനിസം. അടുത്തതായി, എന്താണ് മാർക്കറ്റ് ഇക്വിലിബ്രിയം? ഇക്വിലിബ്രിയം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, ഒരേപോലെ വരുന്ന സന്തുലിതമായ ഒരു അവസ്ഥയാണ് നമ്മൾ ഇക്വിലിബ്രിയം സ്റ്റേജ് എന്നൊക്കെ പറയുന്നത്. ഇവിടെ അതുപോലെ തന്നെയാണ്. പ്രൈസ് മെക്കാനിസത്തിൽ നമ്മൾ പറഞ്ഞു, ഡിമാൻഡും സപ്ലൈയും ഉപയോഗിച്ചിട്ടാണ് ഒരു സാധനത്തിന്റെ അല്ലെങ്കിൽ സേവനത്തിന്റെ പ്രൈസ് നിശ്ചയിക്കുന്നത്, ഡിറ്റർമൈൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഡിമാൻഡും സപ്ലൈയും തുല്യമായി വരുന്ന ആ ഒരു പോയിന്റിനെയാണ് മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഡിമാൻഡ് കർവും സപ്ലൈ കർവും വരയ്ക്കുന്നു. ഈ ഡിമാൻഡ് കർവും സപ്ലൈ കർവും കൂട്ടിമുട്ടുന്ന, ഇന്റർസെക്ട് ചെയ്യുന്ന ആ ഒരു പോയിന്റിനെ നമുക്ക് മാർക്കറ്റ് ഇക്വിലിബ്രിയം
എന്ന് പറയാം, ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് പറയാം. അപ്പോൾ മാർക്കറ്റ് ഇക്വിലിബ്രിയം മീൻസ് ആൻ ഇക്വിലിബ്രിയം ഈസ് എ സിറ്റുവേഷൻ വേർ മാർക്കറ്റ് സപ്ലൈ ഈക്വൽസ് മാർക്കറ്റ് ഡിമാൻഡ്. Okay, an equilibrium is a situation where market supply equals market demand. Market supplyയും മാർക്കറ്റ് ഡിമാൻഡും കൂട്ടിമുട്ടുന്ന ഈക്വൽ ആകുന്ന ആ പോയിന്റിനെ നമുക്ക് മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്ന് പറയാം. ഇനി മാർക്കറ്റ് ഇക്വിലിബ്രിയത്തിൽ ഡിമാൻഡും സപ്ലൈയും തുല്യമായി വരുമ്പോൾ ഉണ്ടാകുന്ന പ്രൈസിനെ നമ്മൾ ഇക്വിലിബ്രിയം പ്രൈസ് എന്നും, മാർക്കറ്റ് സപ്ലൈയും മാർക്കറ്റ് ഡിമാൻഡും തുല്യമാകുന്ന ഇക്വിലിബ്രിയം ആകുന്ന ആ പോയിന്റിൽ വരുന്ന ക്വാണ്ടിറ്റിയെ നമ്മൾ ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി എന്നും പറയുന്നു. ദി പ്രൈസ് അറ്റ് വിച്ച് ഇക്വിലിബ്രിയം ഈസ് റീച്ച്ഡ് ഈസ് ഇക്വിലിബ്രിയം പ്രൈസ് ആൻഡ് ദി ക്വാണ്ടിറ്റി ബോട്ട് ആൻഡ് സോൾഡ് അറ്റ് ദിസ് പ്രൈസ് ഈസ് ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി. അതായത് ഇക്വിലിബ്രിയം പ്രൈസിൽ വിൽക്കുന്ന അല്ലെങ്കിൽ വാങ്ങുന്ന ക്വാണ്ടിറ്റി, ഗുഡ്സിന്റെയും സർവീസസിന്റെയും ക്വാണ്ടിറ്റിയെ നമ്മൾ ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി എന്നും, ഇക്വിലിബ്രിയം മാർക്കറ്റ് സപ്ലൈയും ഡിമാൻഡും തുല്യമായി വരുന്ന ഇക്വിലിബ്രിയം പോയിന്റിൽ വരുന്ന പ്രൈസിനെ നമ്മൾ ഇക്വിലിബ്രിയം പ്രൈസ് എന്നും പറയുന്നു. മാർക്കറ്റ് ഇക്വിലിബ്രിയത്തെ കാണിക്കുന്ന ഒരു ഡയഗ്രമാണിത്. എക്സ് ആക്സിസിൽ, ഈ ഡയഗ്രത്തിലെ എക്സ് ആക്സിസിൽ ക്വാണ്ടിറ്റിയും വൈ ആക്സിസിൽ പ്രൈസും മാർക്ക് ചെയ്യുന്നു. എക്സ് ആക്സിസിൽ ക്വാണ്ടിറ്റിയും വൈ ആക്സിസിൽ പ്രൈസും മാർക്ക് ചെയ്യുന്നു. ഇതിലെ എസ് ഡിനോട്ട് ചെയ്യുന്നത് സപ്ലൈ കർവിനെയാണ്. നമുക്കറിയാം സപ്ലൈ കർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്വേർഡ് സ്ലോപ്പിംഗ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. എസ് എന്ന് പറയുന്നത് സപ്ലൈ കർവാണ്. ആൻഡ് ഡി എന്ന് പറയുന്നത് ഡിമാൻഡ് കർവാണ്. ഡിമാൻഡ് കർവ് എന്താണ്? നമുക്കറിയാം ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്. ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ഉള്ളതാണ് ഡി അഥവാ ഡിമാൻഡ് കർവ്. മാർക്കറ്റ് സപ്ലൈ കർവും മാർക്കറ്റ് ഡിമാൻഡ് കർവും തമ്മിൽ ഇന്റർസെക്ട് ചെയ്യുന്ന, കൂട്ടിമുട്ടുന്ന ആ ബിന്ദുവാണ് ഇക്വിലിബ്രിയം പോയിന്റ് ഇ. ഈ ഇക്വിലിബ്രിയം പോയിന്റ് നമുക്ക് വ്യക്തമാണ്. ഇ എന്ന് പറയുന്ന ഡിയും എസും സപ്ലൈ കർവും ഡിമാൻഡ് കർവും തമ്മിൽ കൂട്ടിമുട്ടുന്ന ആ ബിന്ദുവിനെ നമ്മൾ ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് പറയുന്നു. ഇനി ഈ ഇക്വിലിബ്രിയം പോയിന്റിലുള്ള ക്വാണ്ടിറ്റിയെ സൂചിപ്പിക്കുന്നതാണ്, ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റിയെ സൂചിപ്പിക്കുന്നതാണ് ക്യൂ സ്റ്റാർ എന്ന് പറയുന്ന പോയിന്റ്. അതുപോലെ തന്നെ ഇക്വിലിബ്രിയം പ്രൈസിനെ സൂചിപ്പിക്കുന്നതാണ് പി സ്റ്റാർ എന്ന് പറയുന്ന പോയിന്റ്. ഡി കർവും ഡിമാൻഡ് കർവും എസ് കർവ് സപ്ലൈ കർവും തമ്മിൽ ഇന്റർസെക്ട് ചെയ്യുന്നു. അവിടെ ഇക്വിലിബ്രിയം പോയിന്റ് ഉണ്ടാവുന്നു. ഇക്വിലിബ്രിയം പോയിന്റിലുള്ള ക്വാണ്ടിറ്റി ക്യൂ സ്റ്റാർ, അത് ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റിയും, ഇക്വിലിബ്രിയം പോയിന്റിലുള്ള പ്രൈസ് ഇക്വിലിബ്രിയം പ്രൈസ് പി സ്റ്റാർ എന്നും സൂചിപ്പിക്കുന്നു. അടുത്ത രണ്ട് മേജർ കൺസെപ്റ്റുകൾ എന്ന് പറയുന്നത് എക്സസ് ഡിമാൻഡ് ആൻഡ് എക്സസ് സപ്ലൈ. ഇതൊരു മാത്തമാറ്റിക്കൽ ഒരു പ്രോബ്ലത്തിലൂടെ ഇത് വിശദീകരിച്ചിട്ടുണ്ട് എന്നേ ഉള്ളൂ. എന്താണ് എക്സസ് ഡിമാൻഡ് ആൻഡ് എക്സസ് സപ്ലൈ എന്ന് നമുക്ക് നോക്കാം. വാട്ട് ഈസ് എക്സസ് ഡിമാൻഡ് ആൻഡ് എക്സസ് സപ്ലൈ? വളരെ സിമ്പിൾ ആയിട്ടുള്ള രണ്ട് കൺസെപ്റ്റുകളാണ്, മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ആദ്യം നമുക്ക് വാട്ട് ഈസ് എക്സസ് ഡിമാൻഡ് നോക്കാം. ദി സിറ്റുവേഷൻ ഇൻ വിച്ച് മാർക്കറ്റ് ഡിമാൻഡ് ഈസ് ഹയർ ദാൻ മാർക്കറ്റ് സപ്ലൈ at a given price is called excess demand. The situation in which market demand is higher than market supply at a given price is called excess demand. സിറ്റുവേഷൻ ആണ്. എന്ത് സിറ്റുവേഷൻ ആണ്? മാർക്കറ്റ് ഡിമാൻഡ് ഈസ് ഹയർ ദാൻ മാർക്കറ്റ് സപ്ലൈ. ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ മാർക്കറ്റ് ഡിമാൻഡ് മാർക്കറ്റ് സപ്ലൈയേക്കാൾ കൂടുതലാകുന്ന അവസരം. അറ്റ് എ ഗീവൺ പ്രൈസ്, ഒരു നിശ്ചിത വിലയിൽ ഗീവൺ പ്രൈസിൽ മാർക്കറ്റ് ഡിമാൻഡ് മാർക്കറ്റ് സപ്ലൈയേക്കാൾ കൂടിയാൽ അതിനെ നമ്മൾ എക്സസ് ഡിമാൻഡ് എന്ന് പറയുന്നു. ഒരു ഗീവൺ പ്രൈസിൽ മാർക്കറ്റ് ഡിമാൻഡ് മാർക്കറ്റ് സപ്ലൈയേക്കാൾ കൂടിയാൽ നമ്മൾ അതിനെ എക്സസ് ഡിമാൻഡ് എന്ന് പറയുന്നു. ഇനി എന്താണ് എക്സസ് സപ്ലൈ? ദി സിറ്റുവേഷൻ ഇൻ വിച്ച് മാർക്കറ്റ് സപ്ലൈ ഈസ് ഹയർ ദാൻ മാർക്കറ്റ് ഡിമാൻഡ്
at a given price is called excess supply. The situation in which market supply is higher than market demand at a given price is called excess supply. ഒരു ഗിവൺ പ്രൈസിൽ മാർക്കറ്റ് സപ്ലൈ മാർക്കറ്റ് ഡിമാൻഡിനേക്കാൾ കൂടുതലാകുന്ന ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ എക്സസ് സപ്ലൈ എന്ന് പറയുന്നത്. മാർക്കറ്റ് സപ്ലൈ മാർക്കറ്റ് ഡിമാൻഡിനേക്കാൾ ഹയർ ആവുന്നു ഒരു ഗിവൺ പ്രൈസിൽ, അതിനെയാണ് ആ ഒരു സിറ്റുവേഷനെയാണ് എക്സസ് സപ്ലൈ എന്ന് പറയുന്നത്. എക്സസ് ഡിമാൻഡും എക്സസ് സപ്ലൈയും. എക്സസ് ഡിമാൻഡിന്റെ അവസരത്തിൽ ഒരു അറ്റ് എ ഗിവൺ പ്രൈസിൽ മാർക്കറ്റ് ഡിമാൻഡ് ഈസ് ഹയർ ദാൻ മാർക്കറ്റ് സപ്ലൈ. ഓൺ ദി അതർ ഹാൻഡ് എക്സസ് സപ്ലൈ മീൻസ് ദി സിറ്റുവേഷൻ ഇൻ വിച്ച് മാർക്കറ്റ് സപ്ലൈ ഈസ് ഹയർ ദാൻ മാർക്കറ്റ് ഡിമാൻഡ് അറ്റ് എ ഗിവൺ price is called excess supply. മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്ന ഒരു കൺസെപ്റ്റ് പഠിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും നിത്യജീവിതത്തിൽ ഇതെങ്ങനെയാണ് നമുക്ക് പ്രയോജനപ്പെടുന്നത്, അല്ലെങ്കിൽ ഇതിന്റെ ആപ്ലിക്കേഷൻ എന്താണ് എന്നൊരു ക്വസ്റ്റ്യൻ സ്വാഭാവികമായിട്ടും ഉയർന്നു വരും. അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗത്തിലേക്കാണ് അടുത്തതായി നമ്മൾ കടക്കാൻ പോകുന്നത്. മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ഈ കൺസെപ്റ്റിന്റെ ആപ്ലിക്കേഷൻ എന്താണ്? അപ്പോൾ അതിൽ പ്രധാനമായിട്ടും ഉയർന്നു വരുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്, വാട്ട് ഈസ് ദി റോൾ ഓഫ് ഗവൺമെന്റ് ഇൻ എ മാർക്കറ്റ്? ഒരു മാർക്കറ്റിൽ, ഒരു വിപണിയിൽ ഗവൺമെന്റിന്റെ റോൾ എന്താണ്? ഗവൺമെന്റിന് എന്തെങ്കിലും റോൾ ഉണ്ടോ? അതാണ് നമ്മൾ പ്രധാനമായിട്ടും ഈ ഒരു കൺസെപ്റ്റിനെ പറ്റി പറയുമ്പോൾ ചോദിക്കേണ്ട അല്ലെങ്കിൽ ഉയർന്നു വരേണ്ട ഒരു ക്വസ്റ്റ്യൻ. നമുക്ക് നോക്കാം. Application of supply demand analysis. Often it becomes necessary for the government to regulate the prices of certain goods and services. അതായത് ഒരു ഗവൺമെന്റിനെ സംബന്ധിച്ച് നെസസറിയാണ്, എന്ത് ആവശ്യമാണ്? ടു റെഗുലേറ്റ് ദി പ്രൈസസ് ഓഫ് സർട്ടൻ ഗുഡ്സ് ആൻഡ് സർവീസസ്. സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വിലയെ നിയന്ത്രിക്കുക, പ്രൈസിനെ റെഗുലേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ ഒരു ആവശ്യമാണ്, ഒരു നെസസിറ്റിയാണ്. വെൻ ദി പ്രൈസസ് ആർ എയ്തർ ടു ഹൈ ഓർ ടു ലോ ഇൻ കമ്പാരിസൺ ടു ദി ഡിസയേർഡ് ലെവൽസ്. അതായത് ഒരു നിശ്ചിത ലെവലിനും താഴെ, ഒരു ഡിസൈഡ് ലെവലിനും താഴെ അല്ലെങ്കിൽ മുകളിൽ, ഒത്തിരി മുകളിലോ ഒത്തിരി താഴെയോ പ്രൈസുകൾ വന്നാൽ തീർച്ചയായും ഗവൺമെന്റിന് ഇടപെടേണ്ടി വരും. ദി ഗവൺമെന്റ് ഇമ്പോസ്ഡ് അപ്പർ ലിമിറ്റ് ഓൺ ദി പ്രൈസ് ഓഫ് ഗുഡ്സ് ഓർ സർവീസ് ഈസ് കോൾഡ് പ്രൈസ് സീലിംഗ്. അപ്പോൾ നമ്മൾ പറഞ്ഞു, വില ഒരു ഡിസൈഡ് ലെവലിനും ടു ഹൈയോ ടു ലോയോ ആകുമ്പോൾ, ഒത്തിരി കൂടിയോ ഒത്തിരി കുറഞ്ഞോ വരുമ്പോൾ ഗവൺമെന്റ് മാർക്കറ്റില് ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ പ്രൈസ് റെഗുലേറ്റ് ചെയ്യും എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പ്രൈസ് റെഗുലേറ്റ് ചെയ്യുന്ന രണ്ട് രീതികളാണ്. ഒന്ന് പ്രൈസ് സീലിംഗ്. എന്താണ് പ്രൈസ് സീലിംഗ്? The government imposed upper limit on the price of goods or service is called price ceiling to protect the interest of consumers. ആ ഒരു പോയിന്റ് പറഞ്ഞിട്ടില്ല, എന്നാലും ഞാനത് കൂട്ടിച്ചേർക്കുകയാണ്. The government imposed upper limit on the price of goods or service is called price ceiling to protect the interest of consumers. കൺസ്യൂമറിന്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനായി ഗവൺമെന്റ് ഗുഡ്സിന്റെയും സർവീസസിന്റെയും വിലയ്ക്ക് ഒരു അപ്പർ ലിമിറ്റ് നിശ്ചയിക്കുന്നു. ഇതിനെയാണ് പ്രൈസ് സീലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രൈസ് സീലിംഗിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, പ്രൈസ് സീലിംഗ് വിൽ ഓൾവേസ് ബി ലെസ് ദാൻ ഇക്വിലിബ്രിയം പ്രൈസ്. ഇക്വിലിബ്രിയം പ്രൈസിനും താഴെ ആയിരിക്കും എപ്പോഴും പ്രൈസ് സീലിംഗ്. പ്രൈസ് സീലിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. അത് കൺസ്യൂമേഴ്സിന്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഗവൺമെന്റ് ഇമ്പോസ് ചെയ്യുന്ന അപ്പർ ലിമിറ്റ്. ആ പോയിന്റ് ഓർക്കുക, അപ്പർ ലിമിറ്റ് ആണ്, അപ്പർ ലിമിറ്റ് ഓൺ ദി പ്രൈസ് ആണ്. അതുപോലെ തന്നെ ഇത് എപ്പോഴും ഇക്വിലിബ്രിയം പ്രൈസിന് താഴെ ആയിരിക്കും, ലെസ് ദാൻ ഇക്വിലിബ്രിയം പ്രൈസ്. ഈ പറയുന്ന പ്രൈസ് സീലിംഗ് ഓൾവേസ് ബി ലെസ് ദാൻ ഇക്വിലിബ്രിയം പ്രൈസ്. പക്ഷേ
ഈ ഇക്വിലിബ്രിയം പ്രൈസിന് താഴെയാകുമ്പോൾ അവിടെ എന്ത് പറ്റുന്നു? അവിടെ ഒരു എക്സസ് ഡിമാൻഡ് ഉണ്ടാവും. നമ്മൾ ഒരു കോമൺ സെൻസ് നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് കിട്ടും. സ്വാഭാവികമായിട്ടും സാധനങ്ങളുടെ വില കുറയുമ്പോൾ അതിന് ഡിമാൻഡ് കൂടും. നമുക്കറിയാം, നമ്മളൊരു സോപ്പ് വാങ്ങുന്നു, ഉദാഹരണത്തിന് ഒരു സോപ്പ് വാങ്ങുന്നു. നമ്മൾ സ്ഥിരം വാങ്ങുന്ന സോപ്പിന്റെ വില ഒരു 2 രൂപ കുറച്ചു. സ്വാഭാവികമായിട്ടും നമ്മളത് വാങ്ങുന്നതിന്റെ എണ്ണം കൂടും, വാങ്ങുന്ന ആളുകളുടെ എണ്ണം കൂടും. അതുവരെ വേറെ ഒരു സോപ്പ് ഉപയോഗിച്ചിരുന്ന ഒരാള് സ്വാഭാവികമായിട്ടും അതേ ഗുണം തരുന്ന മറ്റൊരു സെയിം സാധനം, അല്ലെങ്കിൽ ഈ സോപ്പും തന്നെ എടുക്കാം, സോപ്പിന്റെ വില കുറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും അത് കൺസ്യൂം ചെയ്യുന്ന ആളുകളുടെ എണ്ണം കൂടും. അപ്പോൾ എന്ത് പറ്റും? അതിന് ഒരു ഡിമാൻഡ് കൂടുതൽ വരുന്നു. ഡിമാൻഡ് കൂടുമ്പോൾ നമുക്കറിയാം സപ്ലൈ കുറയും. ഡിമാൻഡ് കൂടുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ സാധനം ഉണ്ടാക്കുന്നതിന്റെ അല്ലെങ്കിൽ വിതരണം ചെയ്യപ്പെടുന്നതിന്റെ അതിന്റെ സപ്ലൈ കുറയും. അവിടെ ഒരു എക്സസ് ഡിമാൻഡ് ഉണ്ടാകുന്നു, സപ്ലൈ കുറയുന്നു. എക്സസ് ഡിമാൻഡ് ഉണ്ടാകുമ്പോൾ അവിടെ ഒരു സപ്ലൈ കുറയുന്നു. അതെന്തിന് കാരണമാകുന്നു? ലോങ് ക്യൂ ഇൻ ദി റേഷൻ ഷോപ്പ്. ഇപ്പോൾ ഗുഡ്സ്, ചില അവശ്യ സാധനങ്ങളൊക്കെ റേഷൻ ഷോപ്പുകൾ വഴി വിതരണം ചെയ്യുമ്പോൾ ഈ പ്രൈസ് സീലിംഗ് വെക്കുന്നതോടെ ലോങ് ക്യൂ ഇൻ ദി റേഷൻ ഷോപ്പുകളിലൊക്കെ ലോങ് ക്യൂ ഉണ്ടാകുന്നു. അതായത് അതിന്റെ ഡിമാൻഡ് വർദ്ധിച്ചു എന്നാണ് അതിന്റെ അർത്ഥം. അതുപോലെ തന്നെ ഒരു ബ്ലാക്ക് മാർക്കറ്റിലേക്ക് അപ്പൊ സപ്ലൈ കുറയുമെന്ന് നമ്മൾ പറഞ്ഞു. ദി കൺസ്യൂമേഴ്സ് ഗെറ്റ് ലെസ് ദാൻ വാട്ട് ദേ വാണ്ട് ത്രൂ ദി റേഷൻ ഷോപ്സ്. അതായത് കൺസ്യൂമേഴ്സിന് കുറെ സാധനം ആവശ്യമുണ്ട്. വാണ്ട്സ് ആർ അൺലിമിറ്റഡ് നമ്മൾ നേരത്തെ പഠിച്ചു. കുറെ സാധനം ആവശ്യമുണ്ട്, പക്ഷെ അത്രയും സപ്ലൈ ഇല്ലാത്തത് കൊണ്ട് തന്നെ സം കൺസ്യൂമേഴ്സ് ആർ വില്ലിംഗ് ടു പേ ഹയർ പ്രൈസ് ഡ്യൂ ടു എക്സസ് ഡിമാൻഡ്. ഈ എക്സസ് ഡിമാൻഡ് ഉള്ളത് കൊണ്ട് തന്നെ സാധനങ്ങള് കൂടുതൽ വില കൊടുത്ത്, ഈ പ്രൈസ് സീലിംഗിനെ അപേക്ഷിച്ച് കൂടുതൽ വില കൊടുത്ത് വാങ്ങാൻ കൺസ്യൂമർ റെഡിയാകുന്നു. ദിസ് മേ റിസൾട്ട് ഇൻ ദി ക്രിയേഷൻ ഓഫ് ബ്ലാക്ക് മാർക്കറ്റ്. അത് എന്തിന് കാരണമാകുന്നു? ബ്ലാക്ക് മാർക്കറ്റിന്റെ ക്രിയേഷന് അഥവാ കരിഞ്ചന്തയുടെ ക്രിയേഷന് കാരണമാകുന്നു. ഇതിൽ പ്രധാനമായിട്ട് പറഞ്ഞപ്പോൾ വിശദമായി പറഞ്ഞു എന്നേ ഉള്ളൂ. പ്രധാനമായും ഓർത്തിരിക്കേണ്ട കാര്യമെന്ന് പറയുന്നത് ഗവൺമെന്റ് ഇമ്പോസ്ഡ് അപ്പർ ലിമിറ്റ് ഓൺ ദി പ്രൈസ് ഓഫ് ഗുഡ്സ് ഓർ സർവീസ് ഈസ് കോൾഡ് പ്രൈസ് സീലിംഗ്. ഒരു അപ്പർ ലിമിറ്റ് ആണെന്ന് ഓർക്കുക. അത് ടു പ്രൊട്ടക്ട് ദി ഇൻട്രസ്റ്റ് ഓഫ് കൺസ്യൂമറിന്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാനാണ് നമ്മൾ അങ്ങനെ ഗവൺമെന്റ് പ്രൈസ് സീലിംഗ് വെക്കുന്നത്. ഇതെന്തിന് കാരണമാകുന്നു? എക്സസ് ഡിമാൻഡിന് കാരണമാകുന്നു. അതുപോലെ തന്നെ ഈ പ്രൈസ് സീലിംഗ് ഓൾവേസ് ബി ലെസ് ദാൻ ഇക്വിലിബ്രിയം പ്രൈസ്. ഇക്വിലിബ്രിയം പ്രൈസിനും കുറവായിരിക്കും. ഇത്രയും കാര്യങ്ങൾ പ്രധാനമായിട്ടും ഓർത്തിരിക്കുക. ഒരു കുഞ്ഞു കാര്യം കൂടെ അതിൽ പറയാനുള്ളത്, ഈ പറയുന്ന പ്രൈസ് സീലിംഗ് ബാധകമാകുന്ന ചില വസ്തുക്കൾ ഇമ്പോസ്ഡ് ഓൺ നെസസറി ഐറ്റംസ് ലൈക്ക് വീറ്റ്, റൈസ്, കെറോസിൻ എക്സെട്ര. അതായത് വീറ്റ്, ഗോതമ്പ്, അരി, മണ്ണെണ്ണ തുടങ്ങിയ അവശ്യമായ വസ്തുക്കൾക്കാണ് പ്രധാനമായിട്ടും പ്രൈസ് സീലിംഗ് വെക്കാറ്. നെസസറി ഐറ്റംസ് ലൈക്ക് വീറ്റ്, റൈസ്, കെറോസിൻ എക്സെട്ര. അതാണ് പ്രൈസ് സീലിംഗ്. അപ്പോൾ ഗവൺമെന്റിന്റെ റോളിനെ പറ്റി പറയുമ്പോൾ വരുന്ന ഒന്നാമത്തെ കാര്യമാണ് പ്രൈസ് സീലിംഗ്. അടുത്തൊരു കൺസെപ്റ്റ് ആണ് പ്രൈസ് ഫ്ലോർ. എന്താണ് പ്രൈസ് ഫ്ലോർ? ലോവർ പ്രൈസ് ലിമിറ്റ് ഇമ്പോസ്ഡ് ബൈ ദി ഗവൺമെന്റ് ടു പ്രൊട്ടക്ട് ദി ഇൻട്രസ്റ്റ് ഓഫ് പ്രൊഡ്യൂസേഴ്സിന്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാൻ ഗവൺമെന്റ് ഇമ്പോസ് ചെയ്യുന്ന ഒരു ലോവർ പ്രൈസ് ലിമിറ്റ് ആണ് പ്രൈസ് ഫ്ലോർ. അതായത് തീരെ ഈ പ്രൈസ് സീലിംഗ് പോലുള്ള പ്രവർത്തനങ്ങൾ വരുമ്പോൾ, അല്ലെങ്കിൽ പ്രൈസ് സീലിംഗിന് വേണ്ട മൊത്തത്തിൽ പ്രൊഡ്യൂസേഴ്സിന് ലാഭകരമല്ലാത്ത ഒരു വിപണി വരുമ്പോൾ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു? പ്രൊഡ്യൂസേഴ്സിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പ്രൈസ് ഫ്ലോർ ഇമ്പോസ് ചെയ്യുന്നു. പ്രൈസ് ഫ്ലോറിന്റെ പ്രത്യേകത എന്താ? ഇറ്റ് ഈസ് ദി ലോവർ പ്രൈസ് ലിമിറ്റ്. നമ്മൾ പറഞ്ഞു പ്രൈസ് സീലിംഗ് എന്താണ്? അപ്പർ ലിമിറ്റ് ആണ്. ഇത് ലോവർ ലിമിറ്റ് ആണ്. ആൻഡ് ഈ പ്രൈസ് ഫ്ലോർ ആരുടെ ഇൻട്രസ്റ്റുകൾ പ്രൊട്ടക്ട് ചെയ്യാനാണ്? പ്രൊഡ്യൂസേഴ്സിന്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ് പ്രൈസ് ഫ്ലോർ ഇമ്പോസ് ചെയ്യുന്നത്. ഇനി ഇറ്റ് വിൽ ബി മോർ ദാൻ ഇക്വിലിബ്രിയം പ്രൈസ്. ഇതെപ്പോഴും
ഈ പ്രൈസ് ഫ്ലോർ എപ്പോഴും ഇക്വിലിബ്രിയം പ്രൈസിനേക്കാൾ മുകളിലായിരിക്കും. ആൻഡ് ഇതെന്ത് ക്രിയേറ്റ് ചെയ്യുന്നു? ഈ പറയുന്ന പ്രൈസ് ഫ്ലോർ എക്സസ് സപ്ലൈ ക്രിയേറ്റ് ചെയ്യുന്നു. അതായത് വില കൂടുമ്പോൾ നമുക്കറിയാം, വില കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും ഡിമാൻഡ് കുറയും. നമ്മൾ നിത്യമായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ഒരു സാധനത്തിന്റെ വില പെട്ടെന്ന് കൂടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും ആ സാധനം വാങ്ങുന്നത് കുറയും. അല്ലെങ്കിൽ അത് വാങ്ങുന്ന ഒത്തിരി പേര് അത് വാങ്ങുന്നുണ്ടായിരുന്നു, അതിന്റെ വില കൂടിയപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അത് വാങ്ങുന്നതിന്റെ അളവ് കുറയ്ക്കുകയോ അല്ലെങ്കിൽ അത് വേണ്ടാന്ന് വെക്കുകയോ ചെയ്യും. അതുകൊണ്ട് തന്നെ അവിടെ എന്ത് കുറയുന്നു? ഡിമാൻഡ് കുറയുന്നു. ഡിമാൻഡ് കുറയുമ്പോൾ നമുക്കറിയാം എന്ത് കൂടും? സപ്ലൈ കൂടും. ഡിമാൻഡ് കുറയുമ്പോൾ സപ്ലൈ കൂടും. ക്രിയേഷൻ ഓഫ് എക്സസ് സപ്ലൈ. പ്രൈസ് ഫ്ലോർ ലെഡ് ടു ദി ക്രിയേഷൻ ഓഫ് എക്സസ് സപ്ലൈ. ആൻഡ് എക്സസീവ്ലി ഡിമാൻഡഡ് ക്വാണ്ടിറ്റി മേ ബി പർച്ചേസ്ഡ് ബൈ ദി ഗവൺമെന്റ്. പക്ഷേ എക്സസ് സപ്ലൈ ഉണ്ടാകുമ്പോഴത്തേക്കും ഈ പ്രൊഡ്യൂസേഴ്സിനെ ഹെൽപ്പ് ചെയ്യുക എന്ന് പറഞ്ഞ ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന കൂടുതൽ വരുന്ന സപ്ലൈ ആര് വാങ്ങുന്നു? ഗവൺമെന്റ് തന്നെ വാങ്ങുന്നു. എക്സസീവ്ലി ഡിമാൻഡഡ് ക്വാണ്ടിറ്റി മേ ബി പർച്ചേസ്ഡ് ബൈ ദി ഗവൺമെന്റ്. അതിനെയാണ് പ്രൈസ് ഫ്ലോർ എന്ന് പറയുന്നത്. ഗവൺമെന്റ് ഇമ്പോസ്ഡ് എ ഫ്ലോർ ഹയർ ദാൻ ദി ഇക്വിലിബ്രിയം പ്രൈസ് for certain goods. A fall in price below a particular level is not desirable, and hence the government sets floors or minimum prices for those goods and services. പ്രൈസ് ഫ്ലോറും പ്രൈസ് സീലിങ്ങും നേരെ ഓപ്പോസിറ്റ് കൺസെപ്റ്റുകളാണ്. അതിന്റെ പോയിന്റ്സ് കറക്റ്റായി ഓർക്കുക. പ്രൈസ് ഫ്ലോർ ലോവർ പ്രൈസ് ലിമിറ്റ് ആണ്. ഓൺ ദി അതർ ഹാൻഡ് പ്രൈസ് സീലിംഗ് അപ്പർ പ്രൈസ് ലിമിറ്റ് ആണ്. രണ്ടും ഗവൺമെന്റ് ആണ് ഇമ്പോസ് ചെയ്യുന്നത് എന്നൊരു കോമൺ ഫാക്ടർ അതിലുണ്ട്. Then price floor imposed on agricultural goods like paddy, coconut, etc. and minimum wages for workers. നമ്മൾ പറഞ്ഞു പ്രൈസ് സീലിംഗ് നെസസറി ഐറ്റംസ് ആയ വീറ്റ്, റൈസ്, കെറോസിൻ തുടങ്ങിയവയ്ക്കാണ് ബാധകമാകുന്നത്. അതേ അവസരത്തിൽ തന്നെ പ്രൈസ് ഫ്ലോർ ബാധകമാകുന്നത് അഗ്രികൾച്ചറൽ ഗുഡ്സിനാണ്. അതായത് പാഡി, കോക്കനട്ട് തുടങ്ങിയ അഗ്രികൾച്ചറൽ ഗുഡ്സിനാണ് പ്രൈസ് ഫ്ലോർ ബാധകമാകുന്നത്. ആൻഡ് പ്രൈസ് സീലിംഗ് ഇറ്റ് ഓൾവേസ് ബി ലെസ് ദാൻ ഇക്വിലിബ്രിയം പ്രൈസ്. ഇക്വിലിബ്രിയം പ്രൈസിനേക്കാളും ലെസ് ആയിരിക്കും എപ്പോഴും, കുറവായിരിക്കും എപ്പോഴും പ്രൈസ് സീലിംഗ്. ആൻഡ് പ്രൈസ് ഫ്ലോർ ഇറ്റ് വിൽ ബി മോർ ദാൻ ഇക്വിലിബ്രിയം പ്രൈസ്. ഇക്വിലിബ്രിയം പ്രൈസിനേക്കാൾ കൂടുതലായിരിക്കും, മോർ ആയിരിക്കും പ്രൈസ് ഫ്ലോർ. ദെൻ പ്രൈസ് സീലിംഗ് ക്രിയേഷൻ ഓഫ് എക്സസ് ഡിമാൻഡ് ആൻഡ് പ്രൈസ് ഫ്ലോർ ക്രിയേഷൻ ഓഫ് എക്സസ് സപ്ലൈ. പ്രൈസ് സീലിംഗ് എക്സസ് ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുന്നു, പ്രൈസ് ഫ്ലോർ എക്സസ് സപ്ലൈ ക്രിയേറ്റ് ചെയ്യുന്നു. പ്രൈസ് സീലിംഗ് എന്തിന് കാരണമാകുന്നു? ഫെയർ പ്രൈസ് ഷോപ്സ് ആർ ഓപ്പൺഡ്. ഫെയർ പ്രൈസ് ഷോപ്പുകൾ ഓപ്പൺ ആകുന്നു. ഓൺ ദി അതർ ഹാൻഡ് പ്രൈസ് ഫ്ലോർ എക്സസീവ്ലി ഡിമാൻഡഡ് ക്വാണ്ടിറ്റി മേ ബി പർച്ചേസ്ഡ് ബൈ ദി ഗവൺമെന്റ്. ഇത് പ്രൈസ് സീലിംഗിന്റെ ഡയഗ്രാം ആണ്. നോക്കൂ, ഇൻ ഡയഗ്രാം P0 is the equilibrium price determined by the forces of demand and supply. P0 എന്ന് പറയുന്നതാണ് ഇക്വിലിബ്രിയം പ്രൈസ്. അതായത് ഡിമാൻഡും സപ്ലൈയും ചേർന്ന് നിശ്ചയിക്കുന്ന ഇക്വിലിബ്രിയം പ്രൈസ് എന്ന് പറയുന്നത് P0 ആണ്. ആൻഡ് ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി ഈസ് Q0. If the market price is too high for the common man, ദി ഗവൺമെന്റ് ടു പ്രൊട്ടക്ട് ദം. അതായത് മാർക്കറ്റ് പ്രൈസ് സാധാരണക്കാരന് താങ്ങാൻ പറ്റുന്നതിലും അധികമാകുമ്പോൾ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു? കൺസ്യൂമറിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഫിക്സഡ് സീലിംഗ് ഓഫ് പ്രൈസസ് PC, ഇക്വിലിബ്രിയം പ്രൈസിനും കുറവായ PC പ്രൈസ് സീലിംഗ് ഗവൺമെന്റ് ഇമ്പോസ് ചെയ്യുന്നു. ഹിയർ പ്രൈസ് സീലിംഗ് ഈസ് ലെസ് ദാൻ ദി മാർക്കറ്റ് പ്രൈസ്. ഇക്വിലിബ്രിയം പ്രൈസ് അഥവാ മാർക്കറ്റ് പ്രൈസിനേക്കാൾ കുറവാണ് PC അഥവാ പ്രൈസ് സീലിംഗില് പ്രൈസ്. അറ്റ് പ്രൈസ് PC ഡിമാൻഡ് ഈസ് QC ആൻഡ് സപ്ലൈ ഈസ് QC ഡാഷ്. ഇവിടെ ഡിമാൻഡ് പ്രൈസ് സീലിംഗ് വരുമ്പോൾ ഡിമാൻഡ് എന്ന് പറയുന്നത് QCയും സപ്ലൈ എന്ന് പറയുന്നത് QC ഡാഷും ആണ്. നോക്കിയാൽ തന്നെ അറിയാം ഡിമാൻഡ് ഈസ് മോർ ദാൻ സപ്ലൈ. അവിടെ ഡിമാൻഡ് സപ്ലൈയേക്കാൾ കൂടുതലാണ്, അതുകൊണ്ട് അവിടെ എക്സസ് ഡിമാൻഡ് ആണ്. സോ നമുക്ക് പറയാം പ്രൈസ് സീലിംഗ് ലീഡ്സ് ടു എക്സസ് ഡിമാൻഡ്.
അടുത്ത ഡയഗ്രം നോക്കൂ, ഫ്ലോർ പ്രൈസിന്റെ ഡയഗ്രമാണ്. ഇൻ ഡയഗ്രം ഡിമാൻഡ് കർവ് DD ആൻഡ് സപ്ലൈ കർവ് SS ഇന്റർസെക്ട് അറ്റ് ദി പോയിന്റ് E. അതാണ് ഇക്വിലിബ്രിയം പോയിന്റ്. ഇൻ മാർക്കറ്റ് ഇക്വിലിബ്രിയം പ്രൈസ് ഈസ് P0. മാർക്കറ്റ് ഇക്വിലിബ്രിയത്തില് പ്രൈസ് P0 ആണ്. ഇക്വിലിബ്രിയം പ്രൈസ് P0 ആണ്. ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി ഈസ് Q0. ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് Q0 ആണ്. The price floor declared by the government to protect the interests of the farmers producers is PF. അതായത് ഫാമേഴ്സിന്റെ അതേപോലെ പ്രൊഡ്യൂസേഴ്സിന്റെ ഒക്കെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യുന്നതിനായിട്ട് ഗവൺമെന്റ് എന്ത് ഇമ്പോസ് ചെയ്യുന്നു? ഫ്ലോർ പ്രൈസ് ഇമ്പോസ് ചെയ്യുന്നു. അതാണ് PF. At PF, market demand is Q-F and market supply is QF. ഇവിടെ ഇങ്ങനൊരു ഫ്ലോർ പ്രൈസ് വരുമ്പോൾ അവിടെ ഡിമാൻഡ്, മാർക്കറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത് Q-F മാർക്കറ്റ് സപ്ലൈ എന്ന് പറയുന്നത് QF ആണ്. നോക്കിയാൽ തന്നെ അറിയാം. അറ്റ് PF സപ്ലൈ ഈസ് മോർ ദാൻ ഡിമാൻഡ്. അവിടെ സപ്ലൈ ഡിമാൻഡിനേക്കാൾ കൂടുതലാണ്. ദിസ് കോസസ് എക്സസ് സപ്ലൈ. അത് എക്സസ് സപ്ലൈക്ക് കാരണമാകുന്നു. ഇത്രയും കൺസെപ്റ്റുകളാണ് മൈക്രോ ഇക്കണോമിക്സിലെ 5ാമത്തെ ചാപ്റ്ററായ മാർക്കറ്റ് ഇക്വിലിബ്രിയത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക് യു.